കണ്ണൂർ പഴയങ്ങാടിയിൽ മരുന്ന് മാറി നൽകിയതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായിരുന്ന കുഞ്ഞിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു. സിറപ്പ് ഇല്ലാത്തതിനാലാണ് ഡ്രോപ്സ് നൽകിയതെന്നാണ് മെഡിക്കൽ ഷോപ്പ് ഉടമയുടെ മൊഴി. താൻ തന്നെയാണ് മരുന്ന് എടുത്തു നൽകിയതെന്നും ഉടമ കെ നാസർ സമ്മതിച്ചു. കണ്ണൂരിലെ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുഞ്ഞിന്റെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയാണ് ഉണ്ടായത്. കുഞ്ഞ് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്. കരളിന്റെ പ്രവർത്തനം സാധാരണ നിലയിലാണെന്നും ഡോക്ടർമാർ അറിയിച്ചു. ആദ്യമായി നിങ്ങൾ ഏത് മരുന്ന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താലും ഒന്ന് ഡോക്ടർ എന്താ നിങ്ങൾ പറഞ്ഞതെന്ന് ശ്രദ്ധിക്കുക. സാധാരണ എല്ലാ പീഡിയാട്രിഷ്യൻസും ഒരു മരുന്ന് എഴുതിയാൽ ഇത് കൊടുക്കേണ്ട വിധവും കൂടി പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പം നിങ്ങൾ ഡോക്ടർ ഇപ്പം സിറപ്പാണെങ്കിൽ 5 മില്ലി 3 നേരം, അല്ലെങ്കിൽ സിറപ്പ് തന്നെ പാരസെറ്റമോൾ സിറപ്പ് തന്നെ 120 മില്ലിഗ്രാം പെർ 5 ml ഉണ്ട്. അതുമാതിരി 250 മില്ലിഗ്രാം പെർ 5 ml ഉണ്ട്. അതുമാതിരി ഇവൺ 500 ഇറക്കുന്ന കമ്പനി വരെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കുക. അത് നമ്മൾ കുട്ടികളെ എല്ലാ മരുന്നുകളും നമ്മൾ കൊടുക്കുന്നത് വെയിറ്റിന് കണക്കല്ല കുട്ടിയുടെ. അപ്പോൾ കുട്ടിയുടെ വെയിറ്റ് എത്ര ഉണ്ടെന്ന് അനുസരിച്ചിട്ട് 1 കിലോഗ്രാമിന് എത്ര കൊടുക്കാം. പാരസെറ്റമോൾ ആണെങ്കിൽ നമ്മൾ കൊടുക്കാം ഒരു 10 to 15 മില്ലിഗ്രാം ഒരു ഡോസ് പെർ കിലോഗ്രാം ഒരു ഡോസ്. അത് മാക്സിമം നമുക്കൊരു 60 മില്ലിഗ്രാം പെർ കിലോഗ്രാം പെർ ഡേ, അതായത് 60 മില്ലിഗ്രാം കുട്ടിയുടെ 1 കിലോന് വെച്ചിട്ട് ഒരു ദിവസം കൊടുക്കാം മാക്സിമം. ഇതാണ് ഡോസ്. ഇപ്പം ഏത് മരുന്നായാലും ഡോസ് കൂടിയാൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതാണ് ഏറ്റവും പ്രശ്നം. ഈ പാരസെറ്റമോൾ ഇപ്പം നമ്മൾ ഈ 60ക്ക് പകരം ഒരു 160ലും 150ലുമൊക്കെ മേലെ പോവുകയാണെങ്കിൽ അത് കുട്ടിക്ക് അതിൻ്റെ പല സൈഡ് എഫക്റ്റും ഉണ്ടാവും. അതേസമയം മെഡിക്കൽ ഷോപ്പ് ഉടമയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാവുകയാണ്. യുവജന സംഘടനകൾ മെഡിക്കൽ ഷോപ്പിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഡോക്ടർ എഴുതി നൽകിയ മരുന്നല്ല നൽകിയതെന്ന് മെഡിക്കൽ ഷോപ്പ് ഉടമ സമ്മതിച്ചു. സിറപ്പ് ഇല്ലാത്തതിനാലാണ് ഡ്രോപ്സ് നൽകിയതെന്നാണ് വിശദീകരണം. മരുന്ന് നൽകേണ്ട അളവ് എഴുതി നൽകിയില്ലെന്നും ഷോപ്പ് ഉടമ കെ നാസർ മൊഴി നൽകി. എന്നാൽ കുറിപ്പിലെ മരുന്നില്ലെങ്കിൽ വന്നവരെ മടക്കി അയച്ചൂടെയെന്ന പോലീസിന്റെ ചോദ്യത്തിന് നാസർ മറുപടി നൽകിയില്ല. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ പഴയങ്ങാടിയിലെ ഖദീജ മെഡിക്കൽസ് പോലീസ് താൽക്കാലികമായി അടപ്പിച്ചു.